തിരികെ വാർത്തയിലേക്ക്. ഉപ്പയ്ക്ക് കരൾ പകുത്തു നൽകാൻ വേണ്ടി തുടിച്ച് മകൾ. ഉപ്പയ്ക്ക് കരൾ പകുത്തു നൽകാൻ പ്രായമായില്ലെങ്കിലും സർക്കാർ കനിഞ്ഞതോടെ മകളുടെ കരൾ ബാപ്പയ്ക്ക് വേണ്ടി തുടിക്കുകയാണ്. ബാപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ചിന്ത മാത്രമാണ് +2 വിദ്യാർത്ഥിയായ മകൾക്കിപ്പോൾ. അഴീക്കോട് ജെട്ടി പൊക്കാക്കിലത്ത് മുബീറാണ് ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കുടുംബത്തിൽ മകൾ റുബയുടെ കരൾ മാത്രമാണ് മുബീറിൻ്റെതിനോട് യോജിക്കുന്നത്. എന്നാൽ ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരം പ്രായപൂർത്തിയായവർക്ക് മാത്രമാണ് അവയവം ദാനം ചെയ്യാനാവുക. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അതോറിറ്റികളുടെയും സർക്കാരിൻ്റെയും മുൻ അനുമതിയോടെ ശാരീരിക മാനസികാരോഗ്യമുള്ള പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്കും അവയവങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂബ അവയവദാനത്തിന് അനുമതി തേടി കുടുംബാരോഗ്യക്ഷേമ വകുപ്പിനെ സമീപിച്ചത്. നവംബർ 26-ന് റൂബ വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഹാജരായി. അവയവദാനത്തിന് പ്രാപ്തിയുള്ള വ്യക്തിയാണ് റൂബയെന്ന് സമിതി വിലയിരുത്തി. തുടർന്നാണ് ബാപ്പയ്ക്ക് കരൾ പകുത്തു നൽകാൻ റൂബയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയത്. മത്സ്യവിതരണ തൊഴിലാളിയായ മുബീറയ്ക്ക് കോവിഡ് കാലത്താണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. ഇതിന് ചികിത്സ നടത്തിയെങ്കിലും കരളിനെ രോഗം ബാധിച്ചു. ചികിത്സ നടന്നുകൊണ്ടിരിക്കെ വാഹനാപകടത്തിൽ പരിക്കേറ്റു. നായ ബൈക്കിനു കുറുകെ ചാടിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ശ്വാസതടസ്സമുണ്ടായി. തുടർന്നുള്ള പരിശോധനയിലാണ് കരൾ എത്രയും വേഗം മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. തുടർന്നാണ് ബാപ്പയുടെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ കരൾ പകുത്തു നൽകാമെന്ന് റൂബ സമ്മതം അറിയിച്ചത്. എന്നാൽ പ്രായപൂർത്തിയാകാതെ അവയവദാനം നടത്താൻ കഴിയില്ലെന്നറിഞ്ഞതോടെ നിരാശയായി. സർക്കാർ സമ്മതം നൽകിയതോടെ നിരാശ സന്തോഷമായി മാറി. പീവമ്പലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയാണ് റൂബ. എത്രയും വേഗം തൻ്റെ കരൾ നൽകി ബാപ്പയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയണമെന്നാണ് റൂബയുടെ ആഗ്രഹം. ഉമ്മ ഫസീലയും സഹോദരൻ അമനും അടങ്ങിയ കുടുംബത്തിൻ്റെ അത്താണിയായ മുബീറയ്ക്ക് ജീവൻ രക്ഷിക്കാൻ മകൾക്ക് കരൾ പകുത്തു നൽകാൻ സർക്കാർ പ്രത്യേക അനുമതി നൽകിയതിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും സന്തോഷം.